ഗുഡ് മോർണിംഗ്. എല്ലാവരും വേൾഡ് നോക്കി കാണുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടായിട്ട് ഇപ്പോൾ എല്ലാവരും ഇത് എത്ര മണിക്കാണ് വരണതെന്നാണ് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്. എത്ര മണിക്കാണ് ഈ ഇതിൻ്റെ നെഗോസിയേഷനായിട്ടോ അല്ലെങ്കിൽ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ വേണ്ടി ഞാൻ വളരെയധികം സെർച്ച് ചെയ്തു. അത് ഒരു സ്ഥലത്തും ഒരു ടൈം പറയുന്നില്ല. ഓക്കെ, എങ്കിലും നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ ടൈം 2:30 PM ശേഷം സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. 2:30 PM ശേഷം സ്റ്റാർട്ട്. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ 2:30 PM കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി വരുമ്പോഴേക്കും ഇതൊരു ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിയുമോ തന്നെ അറിയില്ലെങ്കിൽ തന്നെ ഇത് നൈറ്റ് ആവും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആവും, അല്ലെങ്കിൽ ഈവനിങ് ആവും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ന്യൂസ് പലരും എനിക്ക് ഇത് എൻ്റെ അറിവ് മാത്രമാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് തന്നെ പറയുന്നത് ഞാൻ ഒരുപാട് ഇത് ടൈമാണ് നമുക്ക് അറിയേണ്ടത് എപ്പോൾ വരുന്നുള്ളത്. അപ്പോൾ ഏകദേശം ഈ സമയത്ത് തുടങ്ങും എന്നുള്ളത് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ഇന്ത്യൻ ടൈമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കേട്ടോ. ഓക്കെ, അടുത്തത് പറയാം. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 43 പോയിൻ്റ് അപ്പാണ് കാണുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ വീക്ക്നെസ് കാണുമ്പോൾ ചെറിയ റിക്കവറി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വലിയ ഗൗരവം കൊടുക്കുന്നില്ല ഞാൻ. എങ്കിൽ തന്നെ ഇതിൻ്റെ ടെക്നിക്കലിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു മറ്റുള്ളവിടുന്ന് സെലക്ട് ചെയ്ത് വന്ന കുറച്ച് ഐഡിയകളിൽ കൂടെ പോവാണ് വീണ്ടും. എന്തായാലും ടെക്നിക്കൽ പറയുന്നത് ഇന്ന് നമുക്ക് ടെക്നിക്കലിലേക്ക് പോകാം. കാരണം നമ്മൾ ലോങ് ടൈം ഒന്നും പറയുന്നില്ല, എന്താണെന്നറിയില്ല നാളത്തെ കാര്യം. അപ്പോൾ എന്തായാലും ടെക്നിക്കൽ ബൈ ആണ് പറയുന്നത്. ടെക്നിക്കൽ ഇവിടെ ന്യൂട്രൽ ഉണ്ടെങ്കിലും ബൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് ഇത് എങ്ങനെ പോകാൻ സാധിക്കുന്നത്. നാളെ ഒരു പേടിയുള്ള മാർക്കറ്റിന് ഓൾറെഡി കറക്ഷൻ ചെയ്യാനുള്ളതൊക്കെ ഇന്നലെ കറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് നെഗറ്റീവ് ന്യൂസുകളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ചെറിയ അപ്പ് ട്രെൻഡുകൾ, ഡൗൺ എന്നാലും അൾട്ടിമേറ്റ് മുകളിലേക്ക് ആയിരിക്കും. എന്നാലും ഇങ്ങനെ നിൽക്കുള്ളൂ, സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലർക്കും ഇങ്ങനെ പറയുമ്പോൾ ചിരി വരെങ്കിലും നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് കാണാൻ ശരിയാവും തോന്നിട്ടോ, അല്ലെങ്കിൽ ഒരു വാല്യൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരാൻ സാധ്യതയാണ് വരുന്നത്. ഇനി ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരിക്കും ഇതിൽ വരാൻ വേണം. 2-3 കൗണ്ടറുകൾ പൊന്തിച്ച് വെച്ചാൽ മതി, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ സൈഡ് വൈസ് മാർക്കറ്റിലേക്ക് വരുന്നുള്ളത്. നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ക്രൂഡ് ഓയിലിൻ്റെ വില കയറുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റിനെ അല്ലെങ്കിൽ വേൾഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയുന്നത് ക്രൂഡ് ഓയിലിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. 71 നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ റുപ്പി വിട്ടേ. കാരണം ഇന്നത്തെ റുപ്പിയിൽ നിന്ന് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വേരിയേഷൻസും വരാനില്ല, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ക്രൂഡ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഗോൾഡ് ഒന്നല്ല കേട്ടോ, ഗോൾഡ് കയറി ഇറങ്ങുന്നില്ലാവട്ടെ, ക്രൂഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്രൂഡാണ് നിങ്ങളുടെ ഈ എന്താ പറയുക നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്രൂഡിലാണ് ഗെയിം നിൽക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ പേടിയാണ്. അത് നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, മാർക്കറ്റിൽ ഏകദേശം ഓപ്പണിങ് എല്ലാവർക്കും ഒരു ബൈ ട്രെൻഡ് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്ത സ്ഥിതിക്ക് മാർക്കറ്റിൽ ഒരു ഇനീഷ്യൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അപ്പായ ഇൻസ്റ്റൻ്റ് തന്നെ ചിലപ്പോൾ സെൽ ഓഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പോസിറ്റീവ് ഒരു അപ് ട്രെൻഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവിടെ ഒരു ബൈ എടുക്കാൻ വേണ്ടി നിൽക്കാൻ സാധ്യതയില്ല ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ അപ് ട്രെൻഡിൽ ഓപ്പൺ ചെയ്താട്ടെ. ഞാൻ പറയുന്നത് 50 പോയിൻ്റ് കയറ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനതിൻ്റെ കയ്യിന് വിടുകയുള്ളൂ. മിക്കവാറും ഒരു ചെറിയ സെൽ ഓഫ് അതിൽ ചിലപ്പോൾ ഞാൻ പറയില്ല, ഈ സെൽ ഓഫിനൊരു ബാർ ഉണ്ടാവും. ഒന്ന് കട്ടിച്ച് ആൾക്കാരെ നെഗറ്റീവ് ബൈസിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ റിക്കവർ ചെയ്യാനും സാധ്യത. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി ഞാനിപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ ലെവലിൽ പോകാൻ വഴിയുള്ളൂ. സെൻസെക്സിൻ്റെ കട്ടിങ് ഡേറ്റ്. അപ്പോൾ വേറെ മനസ്സിലാക്കേണ്ടത് ഞാൻ ക്ലൈൻറ്റിനോട് എല്ലാവരോടും പ്രത്യേകിച്ച് പറയുന്നത്, നമ്മളെ എക്സ്പീരിയൻസ് മാത്രം പറയുന്നുള്ളൂ, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം.
നിങ്ങൾ കട്ടിങ് ടിപ്സുകൾ കമ്പനികളൊക്കെ പലരും തരുന്ന ടിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് തരുന്ന ടീമുകളൊക്കെ ഏകദേശം അതാത് ദിവസത്തെ ആരായാലും അതാത് ദിവസത്തെ ടിപ്സുകളാണെന്ന് അല്ലെങ്കിൽ കട്ടിങ് ഡേറ്റിൻ്റെ ഓപ്ഷൻസൊക്കെ തരുമ്പോൾ നിങ്ങൾ കട്ടിങ് ഡേറ്റിലെ ഓപ്ഷൻസ് അല്ല കളിക്കേണ്ട, ഫ്യൂച്ചറാണ് കളിക്കേണ്ടത്. പക്ഷേ കയ്യിൽ കാശുള്ളവരെ സംബന്ധിച്ച് അവരെല്ലാവരും കട്ടിങ് ഡേറ്റിൽ ഓപ്ഷൻ കളിക്കുന്ന ഫ്യൂച്ചർ കളിക്കുന്നവരും ഓപ്ഷൻ കളിക്കും. കാരണം കാശ് കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ കാശ് കുറവിൽ ഓപ്ഷൻ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. 11:30 ശേഷം മാർക്കറ്റിൽ വേരിയേഷൻ ഇങ്ങനെയുള്ളൂ എങ്കിൽ നിങ്ങളുടെ കോളും പുട്ടും നീലായി പോകും. എൻ്റെ ഐഡിയകളാണ് പറയുന്നത്. 11:30 ശേഷവും നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കല്ല. കോളായിക്കോട്ടെ പുട്ടായിക്കോട്ടെ അത് നില്ലായി പോകാൻ സാധ്യതയുണ്ടാവും. പിന്നെ കയറിയാലും കിട്ടില്ല. കാരണം എന്താ അറിയോ, ടൈം വാല്യൂ ലോസ്. ടൈം വാല്യൂ എന്ന് ഇത്ര വലിയ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. ഒരു മാർക്കറ്റിൽ അന്നത്തെ സെൻസസിൻ്റെ കട്ടിങ് ഡേറ്റിൻ്റെ അന്ന് 3:30 ആകുമ്പോഴേക്കും മാർക്കറ്റ് കഴിയുന്നുണ്ടെങ്കിൽ 2:45 വന്നിട്ട് എടുക്കുമോ, 2 മണിക്കൊന്നും എടുക്കുമോ? വന്നിട്ട് ഈ അളവിലുള്ള വേരിയേഷനെയാണ് ഈ ടൈം വാല്യൂവിൽ പെടുത്തുന്നത്. ആ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയം. അപ്പോൾ ആ ടൈം വാല്യൂ ലോസ് വരും. അപ്പോൾ നമ്മളെ ക്ലയൻസുകളാരും 11:30 കഴിഞ്ഞിട്ട് നിങ്ങൾ പുട്ടും കോളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം, ടാർഗറ്റിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാം. 30 പോയിൻ്റ് ട്രേഡിങ് ചെയ്യാം. അതുപോലെ ഇൻ ദ മണിയിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തട്ടും കിട്ടില്ല. ഓക്കെ, ഇൻ ദ മണിയിൽ ചെയ്യുക. ഇനി അത്രയും എനിക്ക് ചെയ്തേ പറ്റും അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം 3:30 നിങ്ങൾ അടുത്ത ആഴ്ചയിലത്തെ ചെയ്തോളൂ, അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഓപ്ഷൻ മാത്രം എടുത്ത് ചെയ്യുക. ഒരുപാട് ലോസ് കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. അടുത്ത മാസം നിങ്ങൾക്ക് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് അതിജീവിക്കാൻ 11 മണിക്കുള്ളത് ജീവിക്കാൻ പറ്റും. നിങ്ങൾ അടുത്ത ആഴ്ചയിലത്തെ ഓപ്ഷൻ ചെയ്യൂ. എന്നിട്ട് പറയുന്ന മെസ്സേജ് ആയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി ചെയ്യാം. എല്ലാവർക്കും ക്യാപ്സ്യൂൾ കിട്ടണം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ക്യാപ്സ്യൂൾ തരുന്ന ആൾ നൈസായിട്ട് മുങ്ങി അവൻ പ്രോഫിറ്റ് എടുത്ത് പോകും. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് US30 മൈനസിലാണ്, US500 മൈനസിലാണ്. ഇന്നലത്തെ കഥകളാണ് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് 300 രൂപേൻ്റെ അപ്പായത്. ഇവിടെ മാർക്കറ്റിൽ ഇന്ന് കാലത്തെ സിറ്റുവേഷൻ വേറെയാണ് കേട്ടോ. എപ്പോഴും പോസിറ്റീവ് പറയുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഡെക്സൈലും എല്ലാവരും ഒരു പേടിയോടെയാണ് മാർക്കറ്റിനെ കാണുക. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ മാർക്കറ്റിൽ ഒരു മൈനസ് ട്രെൻഡ് എടുത്ത് കാണിക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 50 പോയിൻ്റ് അപ്പാണ്. ഓക്കെ, ട്രാപ്പ് എന്താണെന്ന് പറയാൻ പറ്റില്ല, ശ്രദ്ധിക്കുക കേട്ടോ. മുകളിലേക്ക് കയറുന്നത് ലിമിറ്റഡ് ആയിരിക്കണം, താഴത്തേക്ക് ഇറങ്ങുന്നത് അൺലിമിറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതും ശ്രദ്ധിച്ചോളൂ. കാരണം ഇവിടെ എന്താ മൂവ് ചെയ്യണത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മാറും. ഇത് പുറത്തെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് മാറും. ഇനി ജസ്റ്റ് ഒന്ന് സാധാരണ കമ്മോഡിറ്റി മാർക്കറ്റ് എടുക്കാറില്ലേ നമ്മൾ, കമ്മോഡിറ്റി മാർക്കറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം. വളരെ സിമ്പിളാണ്. കമ്മോഡിറ്റി ഇൻഡെക്സ് പലപ്പോഴും നമ്മൾ സൗകര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു മൂമെൻറ്റ് കിട്ടാറില്ല. എന്തായാലും നിങ്ങൾ പ്രധാനമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് കമ്മോഡിറ്റിയിലെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറിപ്പോണത് വീണ്ടും അതിനുള്ളിൽ തന്നെ ഗോൾഡ് 15 മിനിറ്റ് ഗ്രാഫ് 0.13 അപ്പാണ്. ഹവർലിയൊക്കെ എന്തായാലും സൈഡ് വൈസാണ്. എന്തോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഗുഡ് ന്യൂസ്, അതായിട്ട് എനിക്ക് തോന്നുന്നത് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഒരു നെഗോസിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നതുകൊണ്ടായിരിക്കാം. എല്ലാം ജസ്റ്റ് പ്ലസ്സേ ഉള്ളൂ. ഹവർലി ഡെയിലിയൊക്കെ എടുത്തതിന് വലിയ വേരിയേഷൻ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. രണ്ട് ക്രൂഡും ചെറിയ ഡിഫറൻസിൽ എന്നാലും ഗുഡ് ന്യൂസ് വരും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പക്ഷേ ഇത് രാത്രി എങ്ങാനും വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഒരു 12 മണിക്ക് ശേഷം നമുക്കൊന്നും ചെയ്യാനില്ല ഈ ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഇതായിരിക്കാം എനിക്കൊരു മാർക്കറ്റിൽ 50 പോയിൻ്റ് കയറ്റി നിർത്തുന്നത്. അത് പക്ഷേ കൺഫ്യൂഷനാണ്, എന്തായാലും കൺഫ്യൂഷനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ക്രൂഡ് ഓയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്ലസ്സാണ്, ഇത് മുന്നോട്ട് പോകണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് മൂവ് അറിയാം. ഇന്ന് വെറുതെ ഞാൻ ടിപ്സുകളൊന്നും അധികം തരുന്നില്ല. മൂവ്മെൻറ്റ്സ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല മാർക്കറ്റായിരിക്കും. നമ്മളെ
ഈ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടായെങ്കിൽ സോ ഗുഡ്. നമുക്കത്രയേ ഉള്ളൂ. ബേസിക്കലി നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഷെയർസുകളൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയായതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. എങ്കിൽ തന്നെ ഇന്നത്തെ ട്രേഡിങ്ങിന് ചെറിയൊരു ഐഡിയ തന്നത് മുഴുവൻ ഓപ്ഷൻ അല്ലെങ്കിൽ ട്രേഡിങ് ക്ലയൻസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ബൈ, താങ്ക് യു.